അവകാശപ്പെടുന്നത് അവർ മാത്രമേ ഈ മാർഗത്തിലുള്ളൂ എന്നാണ്. ഈ ഒരു മാർഗം യഥാർത്ഥത്തിലുള്ള പാതയിലേക്ക് എത്തിയിട്ടുള്ളത് സമസ്ത എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ എന്നവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സുന്നത്തുമായിട്ടോ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പദത്തോട് കൂറ് പുലർത്തുന്ന ആ വിധത്തിലുള്ള വിശ്വാസാചാരാനുഷ്ഠാനങ്ങളല്ല അവർ കൊണ്ട് നടക്കുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ വ്യക്തമാകാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അതേ അവസരത്തിൽ അവർ അവകാശപ്പെടുന്നു, ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്ന ഏക സംഘടന. സ്വർഗത്തിൽ പോകുന്ന ഏക സംഘടന സമസ്ത കേരളയാണത്രേ. നിങ്ങൾക്കതൊന്ന് കേൾക്കാം. ആ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി, ജിഫിരി മുത്തുകോയ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവകാശപ്പെടുന്നു, സമസ്ത ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൻ്റെ ആളുകളെന്ന്. അയാളുടെ തന്നെ വാക്കിലൂടെ നിങ്ങൾക്കതൊന്ന് കേൾക്കാം. അവിടം കൊണ്ട് നമുക്കൊന്ന് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സംഘടന. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമുള്ളൂ, വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല, അതിന്റെ പ്രവർത്തന രീതിയിലും വേണം യോജിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു തന്നൊരു പ്രവർത്തന രീതിയുണ്ട്, ആ രീതിയിൽ കൂടി പ്രവർത്തിക്കണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിജയത്തിന്റെ നിദാനം. കേട്ടില്ലേ പറഞ്ഞതെന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണ് ഇവിടെ സംഘടനകളുടെ കൂട്ടത്തിൽ, മതസംഘടനകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ പോകുന്ന ഏക കക്ഷി ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ സമസ്ത ഒക്കപ്പാടെയല്ല. സമസ്ത ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. സമസ്ത എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് സ്റ്റേജിൽ നിന്ന് 10-15 മിനിറ്റ് കൊണ്ട് എണ്ണിയാൽ തീരാത്തത്ര ഗ്രൂപ്പുകളാണ് സമസ്ത. സമസ്ത EK, സമസ്ത AP, ആന സമസ്ത, അതേപോലെ തന്നെ എല്ലാവിധത്തിലും ഇനി അങ്ങോട്ട് എണ്ണിയാൽ ഒരുപാട് കൊണ്ടോട്ടി സമസ്ത, കൊരൂര് സമസ്ത, ആലുന്തറ സമസ്ത, അതുപോലെ തന്നെ കുരുവട്ടൂര് സമസ്ത, ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ അജ്മീർ തരീഖത്ത് സമസ്ത, നഖ്ശബന്ദി സമസ്ത, ഇങ്ങനെ എണ്ണിയാൽ തീരില്ല. അത് 8-ലും 10-ലും 18-ലും ഒന്നും തീരൂല. അപ്പോൾ അതിലൊക്കെ കുറേ ഉണ്ടല്ലോ, കുറേ കക്ഷികൾ. അങ്ങനെ പിന്നെ ഈ വിധത്തിലുള്ള ഒരുപാട് കക്ഷികളായി ചിന്നിച്ചെതറിയിട്ടുള്ള ആ സമസ്ത എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ ഇയാളുടെ കക്ഷി മാത്രമേ സ്വർഗത്തിലാവുള്ളൂ. അതെന്താ കാരണം? അയാൾ ശേഷം പറയുന്നത് കേട്ടില്ലേ, സുന്നി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല, സമസ്തൻ്റെ ഇതേ രൂപത്തിലുള്ള നയവും നിലപാടും ഒക്കെ സ്വീകരിക്കണം എന്നാണ്. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ AP സമസ്ത നരകത്തില്, ആലുന്തറ സമസ്ത നരകത്തില്, കുരുവട്ടൂര് സമസ്ത നരകത്തില്, മടവൂര് സമസ്ത നരകത്തില്, അതേപോലെ തന്നെ മടവൂരിനെ അംഗീകരിക്കുന്ന വിഭാഗം സമസ്ത നരകത്തില്, 18,000 ലോകം നിയന്ത്രിക്കും എന്ന് പറയുന്ന സമസ്ത നരകത്തില്, അതല്ല അതിലും അപ്പുറം അത്രയും അംഗീകരിച്ചൂടാ, കോഴിക്കോട് ജില്ലയൊക്കെ കൺട്രോളാണെന്ന് പറയുന്ന സമസ്ത നരകത്തില്. ഇങ്ങനെ ഒരു 100 കൂട്ടം സമസ്തണ്ട്. ഈ ഒരൊക്കെ നരകത്തില്. സ്വർഗത്തിൽ ഇപ്പം ഞങ്ങൾ ആര് മാത്രമേ ഉള്ളൂ? നേതാവ് ഞാനുണ്ടല്ലോ. ഈ ഞാൻ ആരായി? ഞാൻ ബഹുമാനപ്പെട്ട ഞാൻ ഈ ജിഫിരി മുത്തുക്കോയയും കുറച്ച് ആൾക്കാരും, അവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. കാരണം അവരുടെ നയവും നിലപാടും ഒക്കെ സ്വീകരിച്ചവരാരാണോ അവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? ഞങ്ങളെ സമസ്ത രൂപീകരിച്ച് തന്നത് ആരാന്നറിയോ? അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലാണ്. നിങ്ങൾ ആ വിവരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ? എന്നാൽ അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഞങ്ങളുടെ സമസ്ത രൂപീകരിച്ചത് തന്നെ ആരാണ്? അള്ളാന്റെ റസൂലിൻ്റെ ഓർഡർ കിട്ടിയിട്ടാണ്. വരക്കൽ മുല്ലക്കോയ എന്ന് പറയുന്ന ആ വ്യക്തി ആദ്യകാലത്ത് 926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഓർഡറിന് കാത്തു നിന്നതാണ്. 925 കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. അതാണ് ആദ്യം ഉണ്ടായ സംഘടന, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത് റസൂലുള്ളാഹിയുടെ ഓർഡർ കിട്ടാതെ ഉണ്ടാക്കിയായതുകൊണ്ട് 26 അള്ളാന്റെ റസൂൽ വന്നിട്ട് മുല്ലക്കോയനോട് പറഞ്ഞത് ഉണ്ടാക്കിക്കോ സമസ്ത. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സമസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തു. മുല്ലക്കോയത്തങ്ങൾ എന്ത് ചെയ്തു? സമസ്ത ഉണ്ടാക്കി 1926 തീർന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ രൂപീകരണ യോഗത്തിൽ ഇങ്ങനെ മുല്ലക്കോയത്തങ്ങളും പാർട്ടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ദുആ ചെയ്യാണ്, സമസ്തയെ വിജയിപ്പിക്കണേ അല്ലാഹ്. അപ്പൊ ആ സദസ്സിൽ ആമീൻ പറയാൻ ആരുണ്ട്? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് സമസ്തന്റെ രൂപീകരണ യോഗത്തിൽ ആമീൻ പറയാനുണ്ടായിരുന്നു. ഈ വിവരമില്ലാത്ത രൂപത്തിൽ ഈ സമൂഹത്തെ ഇത്ര പഴപ്പിക്കുന്ന കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഇയാൾ എന്താ പറഞ്ഞിരുന്നറിയോ? സമസ്തയോട് കളിച്ചവരെ മുഴുവൻ ഞങ്ങൾ വിടൂല. അങ്ങനെ നിങ്ങൾ എത്ര കുളൂസ് വിട്ടിട്ടുണ്ട്, എത്ര കാലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങളുടെ 60ാം സമ്മേളനത്തിലെ ഇതേ കടപ്പുറത്ത് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു, മുജാഹിദുകളെ ഞങ്ങളിതാ അറബിക്കടലിൽ തള്ളിക്കഴിഞ്ഞു, ഇനി അതിന്ന് ആരും എണീറ്റ് വരൂല എന്ന് നിങ്ങളുടെ വലിയ നേതാവ് പണ്ട് പറഞ്ഞതാ. എന്നിട്ട് ആ തള്ളിയോടത്തുനിന്നാണ് ഈ കാണുന്ന പുരുഷാരം. ഈ ആയിരങ്ങൾ ഇവിടെ ഈ പട്ലയിൽ തടിച്ചു കൂടിയിട്ടില്ലേ? ഇതൊന്നുമല്ല. ഫെബ്രുവരി 12 ആയുസ്സും തൗഫീഖും ഉണ്ടെങ്കിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് വാ. നിങ്ങൾ കടപ്പുറത്ത് തള്ളിയിട്ടുള്ള ആ ഇസ്ലാമികമായ മുജാഹിദ് പ്രസ്ഥാനമുണ്ടല്ലോ, അത് അവിടെ ഉണ്ടാകും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നാണ് എനിക്ക് അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ രൂപീകരിച്ചതെന്നും രൂപീകരണ യോഗത്തിൽ മുത്തു മുസ്തഫ ആമീൻ പറയാൻ വേണ്ടി സ്ഥലത്തുണ്ടായിരുന്നു എന്നും ഈ തങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ എന്താണ് സമസ്തയെ പറ്റി മനസ്സിലാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം കൊടുത്ത ശംസുൽമനെ പലപ്പോഴും പറയുന്നത് കേട്ടവരുണ്ട്. റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരം, സമ്മതം കിട്ടാതുകൊണ്ടാണ് താമസിച്ചത്. 25 ഉണ്ടാക്കേണ്ട സംഘടനയാണ്. എന്നിട്ട് തങ്ങളെ സമ്മതം കിട്ടാതുകൊണ്ട് 25 ഒരു കേരള സംഘടന ഉണ്ടാക്കിയിരുന്നു, കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആകുന്നതാണ് 26. അപ്പോൾ റസൂലുള്ളാഹിന്റെ സമ്മതം തന്റെ പേരക്കുട്ടിയാകുന്ന ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് സംഘടനയ്ക്ക് സമ്മതം കൊടുക്കാൻ താമസം പിടിച്ചത്. തങ്ങളെ സമ്മതം കിട്ടിയിട്ട് മദീനൊരു വിഭാഗം, അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നൊരു വിഭാഗം. അങ്ങനെയാണ് 25 സംഘടന ഉണ്ടായത്. പിന്നെ 26 സമസ്തയായി മാറിയത് എന്ന് ശൈഖുനന്നെ പറഞ്ഞത് കേട്ട ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ശൈഖുനന്നെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വലിയ അനുയായി ഇപ്പൊ പറയുന്നതാണ് ശംസുൽ ഉലമ എന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ മഹത്വമാണ് നിങ്ങളിപ്പോൾ ഈ കേട്ട് കഴിഞ്ഞത്. ഇവർക്ക് അള്ളാന്റെ റസൂല് എല്ലായിടത്തും ഇങ്ങനെ വരികയാണ്, എല്ലായിടത്തും ഉണ്ടാകും. ജർമ്മനിയിൽ പണ്ട് ICUവിലേക്ക് കയറി വന്നു. ICUവിലേക്ക് രോഗിയുടെ അടുത്തേക്ക് നേരെ ഡോറ് തുറന്നിട്ട് അള്ളാന്റെ റസൂലിന് കയറി വന്നു. ജർമ്മനിയിലേക്ക് ഒരു ക്രിസ്ത്യാനി കത്തോലിക്ക കുട്ടിയുടെ സമീപത്ത് വന്നിട്ട് നിനക്ക് ആ രോഗം വേണ്ടാന്ന് തടവി. അമ്മ വാതിലിലേക്ക് കയറാനൊരുങ്ങിയപ്പോൾ അമ്മേ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ മുഹമ്മദ് ഉണ്ട് എന്ന് കത്തോലിക്ക ക്രിസ്ത്യാനി കുട്ടി പറഞ്ഞു. അപ്പോഴൊക്കെ പിന്നെ ICUവിൽ നിന്ന് ആളപ്രത്യക്ഷനായി. അപ്പം ജർമ്മനിയിൽ വന്നു. അത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചങ്ങാതി ആലുവയിൽ പാട്ട് പാടാൻ വേണ്ടി നിന്നോലോ ഒരു പള്ളിയിൽ ഇയാളിങ്ങനെ പാട്ട് പാടിയപ്പോൾ ആരും കേൾക്കാനിരിക്കുന്നില്ല. അവസാനം ഇയാൾ പറഞ്ഞു, എന്താണ് ഞാൻ എൻ്റെ നബിയെക്കുറിച്ച് പാട്ടുപാടിയിട്ട് ആരും കേൾക്കാനില്ലല്ലോ. സങ്കടപ്പെട്ട അയാൾ ഇങ്ങനെ നോക്കുമ്പണ്ട് ഒരു ടീം ജനങ്ങളൊന്നാകെ പള്ളിയിലേക്ക് കയറി വന്നു എന്നല്ല, അള്ളാന്റെ റസൂലും കൂട്ടത്തിലുണ്ട്, പാടിക്കോ ഞാൻ കേൾക്കാന്ന് പറഞ്ഞു. ആലുവായിലെ പള്ളിയിൽ മുത്ത മുസ്തഫയും സഹാബിമാരും എല്ലാവരും കൂടി വന്നു. ഇയാൾ പാട്ടുപാടി. മാത്രല്ല, പാട്ടൊക്കെയാണ് കഴിഞ്ഞപ്പോൾ മുത്തുനബി ഈ പാട്ടുപാടിയ ആളുടെ നെറ്റത്തൊരു ചുംബനം കൊടുത്തു. അയാൾ മരിക്കോളം പിന്നെ അയാളുടെ ശരീരത്തിൽ നിന്ന് ആ സുഗന്ധം പോയിട്ടില്ല. ആ പള്ളിയിൽ നിന്ന് പിന്നെ ആ മണം ഒരിക്കലും വിട്ടുപോയിട്ടില്ല എന്ന തള്ളിയിട്ടുള്ള ആളുകളാണ് ഈ സമസ്തക്കാര്. തീർന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ പറയുന്നു, അങ്ങ് എടക്കരയിൽ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിലമ്പൂരിലെ എടക്കരയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ ആരുണ്ട്? തീരോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ സദസ്സിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. അത് ഹാദറാക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നുണ്ട്, അംബിയാക്കന്മാരും ഔലിയാക്കന്മാരും അവരുടെ മജ്ലിസിൽ ഹാദിറാകുന്നോവർ. അംബിയാക്കളും ഔലിയാക്കളും എല്ലാവരും വരും.
ഇവർക്കതൊന്നൊരു വിഷയമല്ല. റസൂല് വരും, രാത്രി വരും, കൂടെ ഭക്ഷണം കഴിക്കും. അബൂബക്കർ റളിയല്ലാഹുവിന് വരും, ഉമർ റളിയല്ലാഹുവിന് വരും, ഖലീഫമാരൊക്കെ വരും, കുശലാന്വേഷണങ്ങൾ സംസാരിച്ചിട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോകും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു നടപടി. എന്ത് ഇസ്ലാമാണ് നിങ്ങൾ ഈ പറയുന്നത്? ലോകത്ത് നിങ്ങൾ ഈ സമൂഹത്തോട് പറയുന്ന നിങ്ങളുടെ ഈ പാരമ്പര്യത്തിൽ ആരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവോ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവോ ഇതൊക്കെ വിശ്വസിച്ച് അവരുടെയൊക്കെ മജ്ലിസുകളിൽ അവർക്ക് സഹായിയായിക്കൊണ്ട് എപ്പോഴും നിലകൊണ്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണോ അവരൊക്കെ പരിചയപ്പെടുത്തിയത്? നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ. മാത്രമല്ല ഇവരുടെ സംഘടനയെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ തങ്ങൾ ഇപ്പൊ പ്രസിഡന്റാണ് എന്നേ ഉള്ളൂ. ഇപ്പോഴും നിയന്ത്രണമൊക്കെ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ് ഇപ്പോഴും ഈ സമസ്തയെ സ്വർഗത്തിലേക്ക് പോകുന്ന ഏക സംഘടന എന്ന് പറയുന്ന ഈ കെ സമസ്ത. ഈ കൃത്യമായിട്ട് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എല്ലാ സമസ്തയല്ല, ഈ സമസ്ത മാത്രം. അതിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ആരാണ്? ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും, മൂപ്പരിപ്പം എങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വരിക? അത് പ്രശ്നമൊന്നുമില്ല. മൂപ്പര് ജീവിച്ചിരിക്കണ കാലത്ത് തന്നെ ദീ കൂടിയൊക്കെ ഇങ്ങനെ പറക്കണ ആളായിരുന്നു. ഇ കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പണി എന്താണ്? ആകാശത്ത് കൂടെ അങ്ങനെ പറക്കും. ഇപ്പോഴോ മരിച്ചതിൻ്റെ ശേഷം പിന്നെ കൂട്ടുകുടുംബവും മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ, പറക്കലെന്നെ എപ്പോഴും പണി എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? സമസ്തൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫിരി തങ്ങൾ. കേട്ടോളൂ. ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു. ആകെയുള്ളൊരു തകരാറ് ദുന്യാവിനോടൊരു വലിയ മഹബത്ത് ഉണ്ടായിപ്പോയി എന്നാണ്. ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുന്യാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ ഒരു മഹബത്ത് മൂപ്പർക്ക് ഇല്ലെങ്കിൽ ത്വാറഫിൽ ഹവ, ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു. അവരോട് നമുക്ക് പറയാനുള്ളത് ദുന്യാവിനോടുള്ള യാതൊരു മഹബത്തും മൂപ്പർക്കില്ല. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മൂപ്പര് ആകാശത്ത് കൂടി പറക്കുകയെടുപ്പ് ചെയ്യണത്. ഹയാത്ത് കാലത്തും ആകാശത്തിൽ കൂടി പറക്കാനൊക്കെ കഴിയണ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവരോട് അടുത്തും കൊണ്ടിട്ട് അവരാരാന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധിച്ചില്ല. അതാണ് പ്രശ്നം. മൂപ്പരങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒരു ജീവിതകാലത്തും പറക്കായിരുന്നു, ഇപ്പോഴും പറക്കന്നെയാണ്. അപ്പോൾ എല്ലാ സ്റ്റേജുകളിലും ഈക്കെങ്ങനെ വരും. മൂപ്പരാണ് ഇപ്പോഴും കൺട്രോള്. ഇയാളിപ്പോൾ ഇങ്ങനെ ഒരു പുറത്തേക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസിഡന്റ്. ഇപ്പം യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ പ്രസിഡന്റ് എപ്പോഴും ആരെന്നെയാണ്? ആ ഈക്കെൻ്റെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിതൊക്കെ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഇവരവകാശപ്പെടുന്നത് ഞങ്ങളാണ് ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നും, ഞങ്ങളാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽക്കിങ്ങോട്ട് ഇന്ന് വരെയുള്ള എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളിലും യഥാർത്ഥത്തിലുള്ള പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കുന്നവർ ഞങ്ങൾ മാത്രമാണ്. അഥവാ എത്രത്തോളം ഞങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ ആ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മുതൽക്ക് അങ്ങോട്ട് എണ്ണിയാൽ അതിൻ്റെ പരമ്പര ഇങ്ങനെ പോവുകയാണ്. ആ പരമ്പര എവിടേക്കെത്തും? മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്കെത്തും. ഷാഫി ഇമാമിൻ്റെ ഉസ്താദായിട്ടുള്ള ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്കെത്തും. ഇമാം മാലിക്കിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹുവിലേക്കെത്തും. ഇമാം നാഫിഉ റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചിട്ടുള്ള മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്കെത്തും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ് എന്നും പറഞ്ഞിട്ട് സമ്മേളനത്തിൽ നമ്മൾ അമ്പലക്കടവ് ഫൈസി അയാളുടെ ഒരു പരമ്പര എങ്ങനെ എണ്ണി. നേരത്തെ ഇവിടെ മാലിക് സലഫി സൂചിപ്പിച്ചില്ലേ, പരമ്പര എങ്ങനെ എണ്ണി. സ്റ്റേജിലിരിക്കുന്നുണ്ടായിരുന്നു സമസ്തൻ്റെ ഒരു മൗലവി MT അബ്ദുള്ള മുസ്ലിയാർ. MT അബ്ദുള്ള മുസ്ലിയാരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഫൈസി പറയുക, ഈ ഇരിക്കണ MT ഉസ്താദാണ് എൻ്റെ ഉസ്താദ്, പിന്നെ MTയുടെ ഉസ്താദ് മറ്റേയാൾ, അയാളുടെ ഉസ്താദ് മറ്റേയാൾ, അങ്ങനെ 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 പോയി സൈനുദ്ദീൻ മഖ്ദൂമിൽ മുട്ടിച്ചു. അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇമാം ഗസ്സാലിയിലേക്ക്, ഇമാം നവവിയിലേക്ക്, അതേപോലെ തന്നെയുള്ള കുറേ ആളുകളിലേക്ക് അങ്ങനെ മുട്ടിച്ചു.
പിന്നീട് അങ്ങനെ പോയി മഹാനായ ഇമാമുന ഷാഫി ഇമാമിലേക്കാണ് മുട്ടിച്ചു. ഷാഫി ഇമാം ആരില്ലെന്ന് കേട്ടു? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ലെന്ന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആരില്ലെന്ന് കേട്ടു? നാഫി റളിയല്ലാഹു അൻഹു ഇല്ലെന്ന്. നാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആരില്ലെന്ന് കേട്ടു? സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇല്ലെന്ന്. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരില്ലെന്ന് കേട്ടു? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന്. എന്തിനാണ് അമ്പലക്കടവ് ഫൈസി കടപ്പുറത്ത് വെച്ചിട്ട് ഈ പരമ്പര പറഞ്ഞതെന്നോ? അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങളാകുന്ന ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏക സംഘടനാണ് പ്രസിഡന്റ് പറഞ്ഞു വെച്ച EK സമസ്ത ഉണ്ടല്ലോ, ആ ഞങ്ങളുടെ ഏത് വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഏതു പ്രവർത്തനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അത് ചെറുതാവട്ടെ അത് വലുതാകട്ടെ, ഞങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അത് മുത്തു മുസ്തഫയോളം എത്തുന്ന പൈതൃകം ഞങ്ങൾക്കുണ്ട്, അത് മുത്തുനബിയോളം എത്തുന്ന പാരമ്പര്യമുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഏത് കാര്യം നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ, അതൊക്കെ ഞാൻ മുതൽക്കങ്ങോട്ട് എൻ്റെ ഉസ്താദ് MT ഉസ്താദ് മുതൽക്കങ്ങോട്ട് അങ്ങനെ മുത്തു മുസ്തഫയിലാണ് ആ ചങ്ങല പോയി അവസാനിക്കുന്നത്. ഇത് പറയാനാണ് ഫൈസി അവിടെ പരമ്പര വായിച്ചത്. അയാൾ ആ പരമ്പര വായിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കേൾക്കാം. അയാൾ പറയുന്നു, ഞങ്ങളുടെ എല്ലാ വിശ്വാസാചാര അനുഷ്ഠാന കാര്യങ്ങൾക്കും നബി വരെ എത്തുന്ന പരമ്പര ഉണ്ട് എന്ന് കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട്. 5A ആദർശമാണ്, കലർപ്പില്ലാത്ത ആശയമാണ്. ഇത് ലോകത്ത് മൊത്തം നിലനിൽക്കുന്ന പാരമ്പര്യമായി മുതവാത്തിറായി എന്ന് പറയും. ലോക ജനസമൂഹം പൈതൃകമായി പാരമ്പര്യമായി കൈമാറിപ്പോകുന്ന ആദർശമാണ്, ആശയമാണ്. സുന്നികൾ ആചരിക്കുന്ന അംഗീകരിക്കുന്ന എത്ര ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ആ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് പരിശോധിച്ച് നോക്കിയാൽ കിതാബുകളിൽ മാത്രമല്ല കാണാൻ സാധിക്കുക, പാരമ്പര്യമായി ശൃംഖലായി കണ്ണുകൾ തേടിപ്പോയാൽ അവരൊക്കെ തലമുറകളായി കൈമാറിപ്പോകുന്നു ചെയ്തു പോകുന്നതാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. അപ്പൊ 2 ബഡായിയാണ് ഇവിടെ ഫൈസി പൊട്ടിച്ചത്. സുന്നികളെന്ന് പറയുന്ന ആ പേരിനോട് നിങ്ങൾക്ക് ഒരു യോജിപ്പില്ല, നിങ്ങളത് പറയണ്ട. നിങ്ങൾ സമസ്ത എന്ന് പറഞ്ഞോ, അതാ യോജിക്കുക. സമസ്തായിസം, നിങ്ങളുടെ ആ ഇസമുണ്ടല്ലോ സമസ്തായിസം, ആ സമസ്തായിസത്തിൻ്റെ ആശയങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ മുതൽക്ക് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ഞങ്ങൾക്ക് കിതാബിൻ്റെ രേഖയുമുണ്ട് പൈതൃകമുണ്ട് എന്ന്. അത് രണ്ടും നിങ്ങൾക്കില്ല. കിതാബിൻ്റെ രേഖയില്ല, പൈതൃകവും നിങ്ങൾക്കില്ല. എന്താ ഈ കിതാബിൽ പറയുന്നത്? കിതാബുകളിൽ പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളല്ലേ? ആ ഇസ്ലാമിക പ്രമാണമായ വിശുദ്ധ ഖുർആനിലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ട് അതാ സ്വഹാബത്ത് കൃത്യമായി ആചരിച്ച് വിശ്വസിച്ച് പോന്നിട്ടുള്ള കാര്യങ്ങളിലോ നിലപാടുകളിലോ നിങ്ങൾ വെച്ച് പുലർത്തുന്ന കാര്യങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? നമുക്കതൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പരമ്പരയൊന്ന് പരിശോധിക്കാം. ആ പാരമ്പര്യം നിങ്ങൾക്ക് എവിടേക്കാണ് ചെന്ന് മുട്ടുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. തനിച്ച ജൂതൻ്റെ പാരമ്പര്യം, തനിച്ച നസറാണിയുടെ പാരമ്പര്യം, ഷിയാക്കളുടെ പാരമ്പര്യം, അതിലേക്കാണ് ഫൈസി നിങ്ങളുടെ മുഴുവൻ ആചാരങ്ങളും എത്തുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പറ, എന്താണ് ഇവരുടെ വിശ്വാസത്തിൽ അഥവാ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അവർ വിശ്വസിക്കുന്നു? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹുവിനുള്ളതാണ് പള്ളികൾ. അവനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഓ നബിയെ പറയൂ, അതേ നിങ്ങൾ എണ്ണിയ അങ്ങേ തലയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ല കൽപ്പിച്ചതാണ്. നബിയെ പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. ഞാൻ അവനിൽ ഒന്നിനെയും ഒരാളെയും
പങ്കു ചേർക്കുന്നതല്ല എന്നല്ലേ അങ്ങേ തലയായ നമ്മുടെ നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? അതേ അവസരത്തിൽ ഈ സമസ്തക്കാരതാ അവർ നാടുതോറും ഇങ്ങനെ ബസ്സും വണ്ടിയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സിയാറത്ത് ടൂറുകൾക്ക് അവരോടുകയാണ്. രാജ്യത്തുള്ള സകല ദർഗകളിലേക്കും അവരെ ആണിനെയും പെണ്ണിനെയും കൊണ്ട് നടക്കുകയാണ്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ, അവിടെ നിന്നും വിട്ടാൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക്, തമിഴ്നാട്ടിലേക്കും പിന്നെ രാജസ്ഥാനിലേക്കും പിന്നെ അങ്ങനെ പലയിടങ്ങളിലേക്കും, ഡൽഹിയിലേക്കും അങ്ങനെ പലയിടങ്ങളിലേക്കും ഇവർ സിയാറത്ത് ടൂറിന് ആളുകളെ കൊണ്ടുപോയി. അതിലുമപ്പുറം ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, ഇറാഖിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള പലയിടങ്ങളിലേക്കും ടൂറ് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഖബറുകൾ കണ്ടിട്ട് എനിക്കൊന്ന് മരണചിന്തയുണ്ടാകട്ടെ എന്ന് കരുതിയിട്ടല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമല്ല, മറിച്ച് ഇവരുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ ഖബറിൻ്റെ സമീപത്ത് ചെന്നിട്ട് ആ സിയാറത്ത് ടൂറിന് നേതൃത്വം നൽകുന്ന അമീർ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളെ കൊണ്ടതാ അയാൾ മുഷ്ടി ചുരുട്ടിയിട്ടാണ് തങ്ങളോട് വല്ല ഗൊരാവോ നടത്തുന്നത് പോലെയാണ്. ഉപ്പപ്പാ തന്നോളണം, ഉപ്പപ്പാ തരണം, ഉപ്പപ്പാ തരണേ തരണേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് നാലാംകിട രാഷ്ട്രീയക്കാരനേക്കാൾ അതപ്പതിച്ചുകൊണ്ട് ദർഗയിൽ ഖബറിൻ്റെ സമീപത്ത് പോയിട്ട് ഇയാൾ ബഹളം കൂട്ടുകയാണ്. ഉപ്പാപ്പാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടുള്ള ആ വിളി ഏത് പാരമ്പര്യത്തിലേക്കാണ് ചെന്നുമുട്ടുന്നത്? ആ വിളി നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ജാറത്തിൻ്റെ ദർഗയിൽ പോയിട്ട്, അതേ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ആ ദർഗയിൽ പോയി കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരമൊന്ന് കണ്ടു നോക്കൂ. അയാൾ ആളുകളെ സംഘടിപ്പിച്ചു പോയതാണ്. എന്നിട്ട് അവിടെ വെച്ച് പറയുന്ന കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടോളൂ. തരണം ഉപ്പാപ്പ, മക്കളെ തരണം ഉപ്പാപ്പ, ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം ഉപ്പാപ്പ, നിരാശയാക്കരുതേ ഉപ്പാപ്പ. ഇവിടെ വരാൻ ഒരുപാട് തവണ വരാൻ, ഒരുപാട് വരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം. ഞങ്ങളിലൂടെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ ഇവിടെ നിങ്ങൾ എത്തിക്കണം. അതിന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകാം. ഞങ്ങളിതാ തൽക്കാലം പോകുന്നു. നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. മരണം വരെയും മരണസമയത്തും മരണാനന്തരം ഖബറിലും പാർത്ഥിക ലോകത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം. നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് തരാൻ ആരാണുള്ളത്? ഞങ്ങളെ കൈവടിയല്ല ഉപ്പ, ഞങ്ങൾ ഒഴിവാക്കി വിടല്ല ഉപ്പാപ്പ, ഞങ്ങൾ ചോദിച്ച് തരണേ ഉപ്പാപ്പ. സലാമു അലൈക യാ വലിയല്ലാഹ്, സലാമു അലൈക യാ വലിയല്ലാഹ്, സലാമു അലൈക യാ വലിയല്ലാഹ്, സലാമു അലൈക യാ വലിയല്ലാഹ്. അപ്പൊ കേട്ടില്ലേ എന്താപ്പ ചങ്ങാതി പോയിട്ട് ചെയ്യുന്നത്? പാപ്പാ പാപ്പാ നിങ്ങളല്ലാതെ ആരുമില്ല പാപ്പ, തൗഫീക്ക് തരണം പാപ്പ. ഒരിക്കലേ ഞങ്ങൾ വന്നിട്ടുള്ളൂ പാപ്പ, ഒരുപാട് തവണ ഇവിടെ വരാൻ തൗഫീക്ക് തരണം പാപ്പ. ഇങ്ങോട്ട് വരൂല, ഖബർ സിയാറത്ത് ഇതിനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മോമിനീങ്ങൾ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അവരെയും കൂടി പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ, അവരെയും പഴപ്പിക്കാനും പാപ്പ നിങ്ങളെ തൗഫീക്ക് ഉണ്ടാവണം പാപ്പ. ഇങ്ങനെ പറയുന്നൊരു പടു ജാഹിൽ അല്ലേ? ഇതാണോ നിങ്ങളുടെ പാരമ്പര്യം? പറ ഫൈസിമാരെ, പറ ജിഫിരി മുത്തുക്കോയ തങ്ങളടക്കമുള്ള സമസ്തക്കാരെ, ഏത് സമസ്തയായാലും വിരോധമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്നത് വരെ നിങ്ങൾ 5 ആളുകളുടെ പേരണിയിലെ ഷാഫി ഇമാം, ഇമാം മാലിക്, ഇമാം നാഫിഅ്, ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അവസാനമായി മുഹമ്മദുർ റസൂലുള്ളാഹി, ഞങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളാവട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് റസൂലുള്ളവരെ എത്തുന്ന പരമ്പരയുണ്ടെന്നല്ലേ ഫൈസി നിങ്ങൾ അവകാശപ്പെട്ടത് കടപ്പുറത്ത് വെച്ച്? എങ്കിൽ പറയൂ നിങ്ങൾ ജനങ്ങളോട്, ഈ ഉപ്പാപ്പ വിളിക്ക് നിങ്ങളുടെ സനത് എവിടെ? എവിടെയാണ് നിങ്ങളുടെ പരമ്പര? ജീവനുണ്ടെങ്കിൽ
മനസ്സുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ നിങ്ങളുടെ തെളിവ്. ഇതാ ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് ഉപ്പാപ്പാ ഉപ്പാപ്പാ എന്നിങ്ങനെ വിളിച്ച് അവരോടാണ് പറയുന്നത്, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഉപ്പാ, കൈവടിയല്ല ഉപ്പാ. ഈ വിളിച്ചു പ്രാർത്ഥന ഇത് ശിയാക്കളുടേതായ ആചാരമാണ്, അവരുടെ സമ്പ്രദായമാണ്, അവരുടെ സംസ്കാരമാണ്. ഇസ്ലാമും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അധിക വിശദീകരണമൊന്നും ആവശ്യമില്ല. ആ ചങ്ങാതി അവിടെ അനുയായികളെ കൂട്ടിയിട്ട് അയാളിങ്ങനെ പറയുക, മറ്റോരിങ്ങനെ ഏറ്റിച്ചില്ല. കുറേ സാധു ജനങ്ങൾ അവരുടെ ടിക്കറ്റിൻ്റെ പൈസയും പോയി, ദുന്യാവും പോയി, ആഖിറവും പോയി. ആ വിധത്തിലാണ് ഇവർ ജനങ്ങളെ സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണത് അല്ലേ. ബസ്സും വണ്ടിയൊക്കെ തയ്യാറാക്കിയിട്ട് ലോകത്തുള്ള എല്ലാ ദർഗകളിലും ജാറങ്ങളിലും കയറി ഇറങ്ങിയിട്ട് പണി ഇതാണ് പണി. ഇതിനെ നമ്മൾ എതിർത്താൽ ഇവർ പറയും, കണ്ടോ മുജാഹിദുകളോട് ഞങ്ങൾക്ക് വർത്തമാനമില്ല. കാരണം അവർ പണ്ടേ ഖബർ സിയാറത്തിൻ്റെ എതിരാളികളാണ്. അവർ സിയാറത്ത് പാടില്ല എന്ന് പറയുന്ന കൂട്ടരാണ്. അവർ സിയാറത്ത് അവർക്ക് ശിർക്കാണ്. അതുകൊണ്ടല്ലേ ഒരു പെണ്ണ് ഒരു മുസ്ലിയാർ പറയുന്നുണ്ട്, 5000 ഉറുപ്പ്യ ഒരു പെണ്ണുങ്ങൾ നേർച്ചയാക്കിയത്രേ. എന്തിനാണ്? മോൻ മുജാഹിദാവാതെ മരിക്കാൻ വേണ്ടി 5000 രൂപ ഒരു മുസ്ലിയാർക്ക് ഒരു സ്ത്രീ കൊടുത്തുവത്രേ. എന്നിട്ട് ഈ മുസ്ലിയാർ പറയുകയാണെന്ത്, 5000 ഉറുപ്പ്യ ഉമ്മ എങ്ങനെയാ സംഭാവന തരാതിരിക്കുക? കാരണം ഉമ്മയുടെ ആഗ്രഹം എന്താ? ആ ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നവർ മോനുണ്ടാകണമെങ്കിൽ അത് സമസ്തക്കാരനാവണം. അത് മുജാഹിദായാ പറ്റൂല. കാരണം മുജാഹിദ് മരിച്ചുപോയ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി അവരെ അങ്ങ് കൊണ്ടുപോയിട്ട് ഖബറിൽ തട്ടിക്കൂട്ടി അങ്ങ് മണ്ണ് മാരിയിട്ടിട്ട് കയ്യും കൊട്ടി തിരിച്ചു പോരുകയല്ലാതെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ശിർക്കാണ്, കുഫറാണെന്ന് വിശ്വസിക്കുന്നവരാണെന്ന പച്ചക്കള്ളം തട്ടിവിട്ട ഹുദവി, നിങ്ങൾക്കെന്ത് പാരമ്പര്യമാണുള്ളത്? കുറച്ചൊക്കെ ഒന്ന് പടച്ചവനെ പേടിക്കണ്ടേ? ഈ തള്ളുകൾ തള്ളുമ്പോ മുജാഹിദുകളെ, നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ? അഥവാ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കവരോടുള്ള കടമ തീരുന്നുണ്ടോ? എത്ര കാലമാണ് നമ്മൾക്ക് അവരോട് കടമയുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കൊരൊറ്റ മറുപടിയേ പറയാനുള്ളൂ. നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള കടമ നമ്മൾ മരിക്കുവോളമുണ്ടേ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും, മരണപ്പെട്ടു പോയവരുണ്ടാകും. അല്ലാഹുവേ, എല്ലാ മാതാപിതാക്കൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അതേപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇതാ നമ്മുടെ ദുആ. ഇത് നമ്മൾ മരിക്കോളം പറയും. ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ ചോദിക്കും. എനിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ചോദിക്കും, എൻ്റെ ഉപ്പാക്ക് വേണ്ടി ചോദിക്കും, നിങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവരാ നമ്മളൊരു 7 കാത്തു നിൽക്കലില്ല, ഒരു 14 അടിയന്തരം കാത്തു നിൽക്കാറില്ല, ഒരു 40 കാത്തു നിൽക്കാറില്ല, ഒരാണ്ട് വരാൻ കാത്തു നിൽക്കാറില്ല, അതല്ലെങ്കിൽ ഒരു കൊല്ലം തകീണ സമയം കാത്തു നിൽക്കാറില്ല. നമ്മുടെ മനസ്സിൽ എന്നും നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഏതുപോലെ നമ്മുടെ റബ്ബിനോടുള്ള കടമ കഴിഞ്ഞാൽ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു പഠിപ്പിച്ചതാണ്. നിന്റെ റബ്ബദാ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. റബ്ബിൻ്റെ ഓർഡറാണ്, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. അള്ളാഹിനോടുള്ള കടമ അതാണ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ എപ്പോഴും ഉള്ളത് ആരാണ്? ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്ത്, ആ നിലക്ക് നമ്മളെ അതാ കൃത്യമായി നമ്മെ പരിപാലിച്ച് വളർത്തി ഉണ്ടാക്കിയ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് നൽകിയിട്ട് ഏതു പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഊണും ഉറക്കവുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട്
പൊന്നുമോനെന്ന് കരഞ്ഞാൽ, പൊന്നുമോളെന്ന് കരഞ്ഞാൽ, എത്ര രാത്രി ഉറക്കമൊഴിച്ചാലും എൻ്റെ കുഞ്ഞൊന്ന് ഉറങ്ങട്ടെ ശാന്തമായി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മൊട്ടുസൂചി വീണാൽ പോലും കേൾക്കുന്ന അത്ര ശബ്ദത്തിൽ അത്രയും സൈലൻ്റായിട്ടാണ് സർവ്വ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ മക്കളെ വളർത്തുന്നത്. ആ മക്കളതാ അവർ വളർന്നു വലുതാകുമ്പോൾ ഓർമ്മ വെച്ച നാള് മുതൽ നമ്മൾ അല്ലാഹുവിനോട് പറയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ ഞങ്ങളെ പരിപാലിച്ച ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ ഉപ്പ, അവർ ചെയ്തതിനോടൊന്നും പകരം കൊടുക്കാൻ ഞങ്ങൾ എത്ര വലിയ ആളുകളായി മാറിയാലും ഞങ്ങൾക്ക് പകരം കൊടുക്കാനില്ല റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് നീ അവരെ പൊതിയണേ. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ മരിക്കോളത് പറയും. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നാലും പറയും, അവർ മരിച്ചാലും പറയും, ഖബറിൻ്റെ സമീപത്ത് പോയിട്ടും പറയും, അല്ലാതെയും പറയും. ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പറയും, റബ്ബിഗ്ഫിർലീ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, വലിവാലിദയ്യ, എൻ്റെ പൊന്നു ഉപ്പാക്കും എൻ്റെ പൊന്നു ഉമ്മാക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസങ്ങൾ നമുക്കുണ്ടോ? അങ്ങനത്തെ ഞങ്ങളെ കുറിച്ചാണോ ഞങ്ങൾക്കാണോ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നത്? ഓ മുജാഹിദേ, നിനക്ക് ഖബർ സിയാറത്ത് ശിർക്കല്ലേ? നീ ഉമ്മാക്ക് വേണ്ടി ദുആർക്കാൻ പാടില്ല എന്ന് പറയണോനല്ലേ? ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നോരല്ലേ? അവരുടെ ഖബറുകളിൽ നിന്നുകൊണ്ടോ അല്ലാതെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അത് കുഫ്റാണ്, ശിർക്കാണെന്ന് പറയുന്നവരല്ലേ എന്ന തനിച്ച തോന്നിവാസം നിങ്ങൾ പറയുമ്പോൾ ശരിക്ക് മനസ്സിലാക്കിക്കോ, ഇതാണ് ഇവർ സമൂഹത്തോട് പറയുന്ന കബളിപ്പിക്കൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഖബർസ്ഥാനിൽ മറവട്ട് കിടക്കുന്ന ആരൊക്കെയുണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ സന്ദർശിക്കുക. എന്തിനാ ഖബർ സിയാറത്ത്? അത് ഇവരുടെ ഈ പരിപാടിക്കൊന്നുമല്ല. ഇസ്ലാം നമുക്ക് ഖബർ സിയാറത്ത് നമുക്ക് സംരക്ഷിച്ച് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നു. എന്തിനാ? നമുക്ക് മരണചിന്തയുണ്ടാകാൻ, പരലോക ചിന്തയുണ്ടാകാൻ. ഒരു ഖബർ കാണുമ്പോൾ എനിക്കും മരിക്കണമല്ലോ, ഞാനും ഇതേപോലെ വന്ന് കിടക്കേണ്ടവനാണ്, എനിക്ക് അമല് ചെയ്യാൻ ജീവിതകാലത്തെ വകുപ്പുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നന്നാവണം എന്ന ചിന്തയോടുകൂടി ജീവിച്ച് അങ്ങനെ പരലോക ബോധമുണ്ടാകുവാനൊക്കെ തന്നെയാണ് ഖബർ സിയാറത്ത്. അതോടൊപ്പം ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും, നമ്മുടെ ദുആ കേട്ട് അള്ളാഹു അത് സ്വീകരിച്ചെങ്കിൽ അവർക്കതുകൊണ്ട് പ്രതിഫലവും കിട്ടുമല്ലോ. ഇതിനൊക്കെയാണ് നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത്. പക്ഷേ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ സമസ്തക്ക് ഇതൊന്നും പോരാ. കാരണം അവരവകാശപ്പെടുന്നത് ഞങ്ങളൊക്കെ നബിമാര് വരെ എത്തുന്ന പരമ്പരയിലാണെന്നാണ്. എന്നാലോ ഈ ജിഫിരി മുത്തുക്കോയ തങ്ങൾ കടപ്പുറത്തിരുന്ന് പ്രസംഗിച്ചതെന്താ? ഖബർ സിയാറത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. ശരിക്കുള്ള ലക്ഷ്യം മൂപ്പര് ആദ്യമൊക്കെ എന്നാണ് പറഞ്ഞിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ലക്ഷ്യം മൂപ്പര് പറയുന്നുണ്ട്. അതേതാണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒന്നിരിക്കൽ മഹാന്മാരുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടിയാ. അവിടെ അവർക്ക് ദുആ ചെയ്യൽ ഉദ്ദേശമുണ്ട്. അതിൻ്റെ എല്ലാം പുറമെ അവരിൽ നിന്നുള്ള മദതുകൾ ഇങ്ങോട്ട് മടങ്ങി വരണം. അതിന് വേണ്ടിയുള്ള ആ തബറുക്ക് ഉദ്ദേശത്തിന് വേണ്ടിയും സിയാറത്ത്, ഇതും സിയാറത്തിന്റെ മറ്റൊരു ഭാഗമാണ്. കണ്ടില്ലേ? അപ്പോ അവരുടെ അടുക്കൽ പോണതെന്തിനാ? ഈ ഔലിയാക്കന്മാരുടെയൊക്കെ ഖബറുകൾ പോണതെന്തിനാ? ബർക്കത്തെടുക്കാനാണ്. അവരിൽ നിന്നിങ്ങോട്ട് മദത് തിരിച്ചു കിട്ടണം. ആ മദത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? സഹായം. അപ്പം അവരിൽ നിന്ന് സഹായം തേടാനാണ് ഖബറുകളിലേക്ക് പോകുന്നത്. ഇതാര് പഠിപ്പിച്ചതാ? ഏത് ശൈത്താനാണ് ഇത് പഠിപ്പിച്ചത്? ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞോ, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ എൻ്റെ ഖബറിൻ്റെ സമീപത്തേക്ക് വന്നോളൂ, എന്നോട് സഹായം തേടിക്കൊള്ളൂ, അല്ലെങ്കിൽ സ്വഹാബിമാരുടെ ഖബർസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ. നിങ്ങൾക്ക് മദത് അവിടെ നിന്ന് കിട്ടും, നിങ്ങൾക്ക് ബറക്കത്ത് ആ ഖബറിൽ നിന്ന് കിട്ടും, നിങ്ങൾക്ക് സഹായം എൻ്റെ ഖബറിൽ നിന്നും എൻ്റെ സ്വഹാബത്തിൻ്റെ ഖബറിൽ നിന്നും നിങ്ങൾക്ക് മദത് കിട്ടും, നിങ്ങൾക്ക് സഹായം കിട്ടും, നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടും എന്ന് ഏത് ഹദീസിലെ ആ പരമ്പരയൊന്ന് വായിക്കൂ. നിങ്ങൾ വായിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
ഇമാം നാഫിഇ റിപ്പോർട്ട് ചെയ്യട്ടെ, ഇമാം നാഫിഇൽ നിന്ന് ഇമാം മാലിക് റിപ്പോർട്ട് ചെയ്യട്ടെ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കൂ. ഇങ്ങനെ ഖബറുകൾ സന്ദർശിക്കുന്നത് അവരിൽ നിന്ന് സഹായം തേടാനാണ്, അവരിൽ നിന്ന് മദത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഒരു പാരമ്പര്യം ഷിയാക്കൾക്കല്ലാതെ ആ ഷിയാക്കളുടേതായ ഉസ്താദായ ജൂത ഏജന്റുമാർക്കുമല്ലാതെ ഇസ്ലാമിക പൈതൃകത്തിൽ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ അങ്ങനെ ഖബറിൻ്റെ സമീപത്ത് ചെന്നിട്ട് താണ് വണങ്ങി കൂണി നിന്നിട്ട് ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ, ഞങ്ങളെ രോഗം മാറ്റണേ, ഞങ്ങളെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെയുള്ള മദത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ആ നിലക്കുള്ള ഒരു പൈതൃകം, ഒരു പാരമ്പര്യം സമസ്തക്കാരെ നിങ്ങളെ 900 ഗ്രൂപ്പുകൾ കൂടിയിട്ട് ആലോചിച്ചോളൂ. എവിടെയെങ്കിലും ഒരു പാരമ്പര്യം കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റൂല, കാണിക്കാൻ പറ്റൂല. പിന്നെ എന്ത് പരമ്പരങ്ങൾ പറയുന്നത്? എന്ത് പാരമ്പര്യം, എന്ത് പൈതൃകം നിങ്ങൾക്കുണ്ട് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്? തീർന്നില്ല. ഇവർ ഈ സിയാറത്തിന് പോകുന്നത് തന്നെ ഏത് വിശ്വാസത്തിലാണ്? ഈ സിയാറത്ത് ടൂറിലും ഖബറിങ്ങിലൊക്കെ പോകുന്നത് വരുടെ ഏത് വിശ്വാസത്തിലാണ്? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി അള്ളാഹു കാണുന്നത് പോലെ കാണുന്നുണ്ട്, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന് പച്ചയായി എഴുതുന്ന, അത് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഈ സമസ്തായിസത്തിൻ്റെ വക്താക്കൾ. അവരോട് ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയാണത് പഠിപ്പിച്ചത്? മഹാന്മാരായ അമ്പിയാക്കളും അതേപോലെ തന്നെ സാലിഹീങ്ങളും അതുപോലെ തന്നെയുള്ള മഹത്തുക്കളുമൊക്കെ അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ എല്ലാം കേൾക്കും, അല്ല അറിയും പോലെ എല്ലാം അറിയും, അല്ല പ്രവർത്തിക്കും പോലെ അവരും പ്രവർത്തിക്കും എന്ന വിശ്വാസം പഠിപ്പിക്കുന്ന ഒരായത്ത് കൊണ്ടുവരാമോ? ഒരു ഹദീസ് കൊണ്ടുവരാമോ? നിങ്ങളുടെ പരമ്പരയിലുള്ള 5 ആളുകളിലേക്കൊന്ന് മുട്ടിക്കൂ ഫൈസിമാരെ, സഖാഫിമാരെ. എന്ത് പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്? എന്ത് പൈതൃകമാണ് നിങ്ങൾക്കുള്ളത്? തീർന്നില്ല. മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് മുട്ടിച്ചു ചെന്നിട്ട് കൊണ്ട് വീണ്ടും പറയുന്നത് എന്താണ്? എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, ആര് വിളിച്ചാലും, ഏത് ആവശ്യം ചോദിച്ചുകൊണ്ട് വിളിച്ചാലും അതൊക്കെ വേറെ വേറെ കേട്ട് ഉത്തരം ചെയ്യാനും അതറിയാനും സഹായിക്കാനും ഞങ്ങളുടെ മഹാത്മാക്കളെന്ന് പറയുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന വിശ്വാസമാണ് സമസ്തക്കാരെ നിങ്ങളുടെ സമസ്തായിസത്തിൻ്റെ 1-ാം നമ്പർ അഖീദ. ആ അഖീദക്കൊരു പാരമ്പര്യം പറയൂ നിങ്ങൾ. അള്ളാഹുവിനെ പോലെ എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കും, എപ്പോൾ വിളിച്ചാലും കേൾക്കും, ആര് വിളിച്ചാലും കേൾക്കും, ഉറക്ക വിളിച്ചാലും കേൾക്കും, പതുക്കെ വിളിച്ചാലും കേൾക്കും. ഇനി വിളിക്കുന്നൊന്നുമില്ല, ഹൃദയത്തിൽ തന്നെയാണെങ്കിലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ മുഴുവനും ഒരു കുപ്പിയിലുള്ള ദ്രാവകം കാണുന്നത് പോലെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നല്ലേ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞതായി നിങ്ങളുടെ മാലപ്പാട്ടുകാരൻ എഴുന്നള്ളിച്ചിട്ടുള്ളത്? പാരമ്പര്യം പറ, നിങ്ങളുടെ പാരമ്പര്യം അങ്ങോട്ട് കൊണ്ടുവാ. ആ പറയുന്ന വിശ്വാസം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായിരുന്നോ എന്ന് ഷാഫി ഇമാമിൻ്റെ ഏതെങ്കിലും ഒരു കിതാബിലെ അരവരി കൊണ്ട് തെളിയിക്കാമോ? ഷാഫി ഇമാമിൻ്റെ ഉസ്താദായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊണ്ട് തെളിയിക്കാമോ? നാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊണ്ട് തെളിയിക്കാമോ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായ കൊണ്ട് തെളിയിക്കാമോ? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആശയം പഠിപ്പിച്ച ഒരു പരമ്പരയൊന്ന് കൊണ്ടുവരൂ. കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ കഴിയൂല. നിങ്ങളുടെ ഏത് ഗ്രൂപ്പ് വേണമെങ്കിൽ ശ്രമിച്ചോളൂ,
നിങ്ങളെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയൂല. മാത്രല്ല, നിങ്ങൾ ഖബറിന്റെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ഒരു മുസ്ലിമിന്റെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. ഒരു ചാണിലപ്പുറം ആരുടെ ഖബറാണെങ്കിലും ഉയർത്താൻ പാടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഒരു ചാണ് മാത്രമായിരുന്നു ഉയരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. 3 ഖബറല്ലേ ഒരൊറ്റ റൂമിലുള്ളത്. ആ ഖബറുകൾക്ക് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അതേ വിട പറഞ്ഞു പോയിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ ആരുടെയും ഖബറുകൾ ഒരു ചാണിലപ്പുറം ഉയർത്താൻ അവരാരും ജീവിച്ചിരുന്ന കാലത്ത് ആരെങ്കിലും മരണപ്പെട്ടുവെങ്കിൽ അവരുടെ ഖബറിന്റെ സമീപത്ത് അവരപ്രകാരം ചെയ്തിട്ടില്ല. ഒരു ചാണ് മാത്രമാണ് മുസ്ലിമിന്റെ ഖബർ. പഠിച്ചു വെച്ചോളിൻ. സിമന്റ് ഇടാൻ പാടില്ല, കുമ്മായമിടാൻ പാടില്ല. ആധുനിക കാലഘട്ടത്തിൽ പെയിന്റിംഗ് അല്ലേ, പെയിന്റിങ്ങും പാടില്ല. ഇനി പെയിന്റിങ്ങും പോയിട്ട് ഇപ്പോൾ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ അല്ലേ, അതും പാടില്ല. പിന്നെ ചെയ്യുന്നു, ജാറം മൂടുന്നു, പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് മൂടുന്നു. പച്ചയും ചുവപ്പും രണ്ടും കൂടി കലർന്ന കളറുമൊക്കെ ആയിക്കൊണ്ട് ജാറമിങ്ങനെ മൂടുകയാണ്. വലിയ പുതപ്പും കൊണ്ട് മൂടുന്നു. ആ ജാറത്തിന്മേൽ പൂക്കൊട്ട കൊണ്ടുപോയി സമർപ്പിക്കുന്നു. പൂവെടുത്ത് ജാറത്തിൽ മുഴുവനും വിതറുന്നു. പൂവന്നാകെ കൊണ്ടുപോയി പൂക്കൊട്ടയും പൂക്കൊലകളും കൊണ്ടുപോയി സമർപ്പിക്കുന്നു. സുഗന്ധം പുകയ്ക്കുന്നു. ചന്ദനത്തിരി അവിടെ കത്തിച്ചു വെക്കുന്നു. വിളക്ക് കത്തിക്കുന്നു. അതേ ഒരുപാട് തട്ടുകളുള്ള കുത്തുവിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയും വെച്ചതാ. മറ്റുള്ള സമുദായങ്ങളുടേതായ ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ അവരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്യുന്ന അവരുടേതായ ആചാരങ്ങൾ പോലെ ഇതാ മുസ്ലിമാണെന്ന് പറയുന്നവൻ്റെ മക്ബറകളിലും അതാ നിലവിളക്ക് കത്തുന്നു. അതേപോലെ തന്നെ ഖബറിനെ തൊടുന്നു. ആ തൊട്ട കൈ കൊണ്ട് ചുംബിക്കുന്നു. ആ ഖബറിനെ തടവുന്നു. ആ ഖബറിന്മേൽ മുഖം വെച്ച് ചുംബിക്കുന്നു. ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. ഖബറിന്റെ ചുറ്റുമിങ്ങനെ അതേ തവാഫ് ചെയ്യുന്നു. അതേപോലെ തന്നെ 100 കൂട്ടം കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. പരമ്പര പറയണേ, കടപ്പുറത്ത് വെച്ച് അവകാശപ്പെട്ട അമ്പലക്കടവ് ഫൈസിയോടാ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്നീ ചെയ്യുന്ന ഈ ജാറത്തിലെ ഈ ഏർപ്പാടുകളുണ്ടല്ലോ, ഈ എണ്ണി എണ്ണി പറഞ്ഞ ഓരോ കാര്യത്തിനും അങ്ങേ തലയിൽ നിന്ന് തെളിവ് കൊണ്ടുവാ. കണ്ണി മുറിയരുത്, കണ്ണി മുറിയരുത്. എൻ്റെ ഉസ്താദ് MT ചെയ്തു എന്ന് പറഞ്ഞാൽ അതവിടെ തോട്ടിലേക്ക് മാറ്റിയിട്ടോ. അതിൻ്റെ ഉസ്താദ് മറ്റേയാൾ ചെയ്തു, അത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എണ്ണിയവർ 5 ആളുകളുള്ള അങ്ങേ തലയുണ്ട്, അതാ ഞങ്ങളുടെ നേതാക്കന്മാര്. ആ 5 നേതാക്കന്മാരിൽ മുമ്പനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് അങ്ങോട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അവിടുന്ന് അങ്ങോട്ട് ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾ എണ്ണിയ 5 ആളെ കൊണ്ടാണ് എൻ്റെ ചോദ്യം മുഴുവനും. കൊണ്ടുവാ. അവർ ജാറം മുത്തിയതെവിടെ? അവർ ജാറത്തെ തൊട്ടതെവിടെ? അവർ ഖബർ കെട്ടിപ്പടുത്തതെവിടെ? അവരേത് ഖബറിങ്ങലാ വിളക്ക് കൊളുത്തിയത്? അവരേത് ഖബറിങ്ങലാണ് പൂവെതറിയത്? അവരേത് ഖബറിങ്ങലാണ് നേർച്ചപ്പെട്ടി സ്ഥാപിച്ചത്? അവരേത് ഖബറിങ്ങലാണ് ബുഖൂർ പുകച്ചത്, ചന്ദനത്തിരി പുകച്ചത്? അവരേത് ഖബറിങ്ങലാണ് ജാറം മൂടിയത്? അവരേത് ഖബറിന്റെ ചുറ്റുമാണ് തവാഫ് ചെയ്തത്? അവരേത് ഖബറാണ് മുത്തി മണത്തത്? അവരേത് ഖബറിന്റെ മുമ്പിലാ പോയി സുജൂദ് ചെയ്തത്? കൊണ്ടുവാ. കഴിയില്ല, ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. എന്നിട്ട് നിങ്ങൾ മുജാഹിദുകളോട് ഉപദേശിക്കാൻ വന്നിരിക്കുക. നിങ്ങൾക്ക് പരമ്പരല്ല, നിങ്ങൾക്ക് പൈതൃകല്ല, നിങ്ങൾക്ക് യാതൊരു സംസ്കാരമല്ല, എല്ലാം ഞങ്ങൾക്കാണ്. നിങ്ങളെ സംസ്കാരമൊക്കെ ജൂതൻ്റെ സംസ്കാരമാണ്. ഈ ജൂതൻ്റെ സംസ്കാരം നിങ്ങളുടെ പക്ഷത്താനാണ് ഈ പറയുന്നത്. ഇല്ലെങ്കിൽ കൊണ്ടുവാ.
ഈ പറഞ്ഞതിനൊക്കെ തെളിവ് കൊണ്ടുവാ, ഏതാണെങ്കിൽ തെളിവ് കൊണ്ടുവാ. ഖബറിങ്കൽ സുജൂദ് ചെയ്യുന്നില്ലേ സമസ്തക്കാരെ നിങ്ങൾ? ഞങ്ങളതല്ലാതെ നിങ്ങൾ പറയുകയാണോ? നിങ്ങളെ പുറത്ത് വെച്ചിട്ടും നിങ്ങൾ പറയും എന്തെന്നറിയോ, അത് ഞങ്ങളല്ലാത്ത വേറെ ഗ്രൂപ്പ്, നിങ്ങളെല്ലാം ഒന്ന് തന്നെ. നിങ്ങളിപ്പോൾ ഞങ്ങളെ എട്ടാക്കി അങ്ങനത്തെ മുജാഹിദ് ഇങ്ങനത്തെ മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും വലിയ നിരീശ്വരവാദിയും നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ വരെ മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ പേരിൽ ഞങ്ങൾ എണ്ണുന്നത് അല്ലേ? എങ്കിൽ ഈ പറയുന്ന പണി ഇതൊക്കെ പണ്ട് പറയുമ്പോൾ പേരോട് മുസ്ലിയാരടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, കണ്ടില്ലേ ഉത്തരേന്ത്യയിലെ ചില ദുർഗകളിലൊക്കെ ചില വിവരം കെട്ട ജാഹിലുകൾ പോയിന്ന ചില പ്രവർത്തനങ്ങളൊക്കെ സെൽഫി ഇവിടെ നാദാപുരത്ത് ഇവിടെ ഇങ്ങനെ വീഡിയോയിൽ കൊടുന്ന് കാണിച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങളതിനൊക്കെ എതിരാണ്. മറുപടി ഖബറിങ്ങളിതാ സുജൂദ ചെയ്യുന്നത് കേരളത്തിലാണ് ഖബറിങ്ങൾ സുജൂദ്. മുത്തിടും തൊട്ട് മുത്തൊന്നുമല്ല, ഖബറിന്റെ മുമ്പിൽ പച്ചയിട്ട് പുതപ്പിച്ച ഖബറിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് കാണിച്ചു കൊടുക്ക്. എത്ര ഭക്തിയോടുകൂടെയാണ് കാണുന്നില്ലേ? എത്ര ഭക്തിയോടുകൂടെയാണ് പോയിട്ടങ്ങനെ സുജൂദ് അങ്ങനെ നടക്കുന്നു. ഒരാൾ സുജൂദ് ചെയ്യുന്നു, 4 ആൾ സുജൂദ് ചെയ്യുന്നു, എഴുന്നേറ്റ് പോരുന്നു. പറ ഫൈസി, ഇതിൻ്റെ പൈതൃകം പറ, ഇതിൻ്റെ പരമ്പര അങ്ങോട്ട് പറ. അവരവകാശപ്പെടുന്നു, ഇത് ചെയ്യുന്ന ആളുകൾ അവകാശപ്പെടുന്നു ഞങ്ങളാ ഒറിജിനൽ സമസ്താന്ന്, ഞങ്ങളാണ് ഒറിജിനൽ സുന്നീന്ന്. നിങ്ങൾ നരകത്തിലാണ് അവർ പറയുന്നത്. അത് നിങ്ങൾ തീരുമാനിച്ചോ, അത് നിങ്ങളുടെ വീട്ടുകാരിയാണ്, ഞങ്ങളതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ഒന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ രാവിലെ വരെ എണ്ണിയാ തീരാത്തത്ര ഗ്രൂപ്പായിട്ട് നിങ്ങൾ പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. എന്നെ കൊണ്ടത് വായിപ്പിക്കണ്ട, അത് വായിക്കേണ്ടി വന്നാൽ ഞങ്ങൾ വായിക്കും. നിങ്ങൾ കുറേ എണ്ണനുണ്ട് ഇപ്പോൾ ഒരുപാട് മുജാഹിദിൻ്റെ പേരും പറഞ്ഞിട്ട്, ഓരോ ജീവികളുടെ പേരിലേക്കും പ്രാണികളുടെ പേരിലേക്കും ഒക്കെ ചേർത്തിട്ട് നിങ്ങളെയും ഞങ്ങൾ എണ്ണും. ഞങ്ങളുടെ കൈകളിൽ അതിന് കൃത്യമായ രേഖകളുണ്ട്. അവിടെ കരുതി വെച്ചോ, എണ്ണുമ്പോൾ സൂക്ഷിച്ചോ. നിങ്ങൾ എത്രയാണ് എണ്ണുന്നതെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഞങ്ങൾ എണ്ണും. ഇത് വെറുതെ പറയുന്നതല്ല, നല്ല ധൈര്യത്തോടെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പൊട്ടി പൊളിഞ്ഞു പാളീസായി എന്നൊന്നും പറഞ്ഞ് സമാധാനിക്കണ്ട. അതൊക്കെ നിങ്ങളെ പൂതിയ മക്കളെ. മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അതിവിടെ കൃത്യമായിട്ട് അതിൻ്റെ ആശയാദർശങ്ങളോടുകൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പരിപാടി ഇതിനുള്ള പരമ്പര പറ. ഇത് പരമ്പര പറ. നിങ്ങൾ ഈ പരിപാടി ഉത്തരേന്ത്യയിലെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നുവല്ലേ. അതാ പറയുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ഉത്തരേന്ത്യയിൽ ഞങ്ങൾ കേരളത്തിൽ മുജാഹിദുകൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? ഞങ്ങൾ മിണ്ടാതായി കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഒന്ന് മൗനം പാലിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ജില്ലയിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സകല ദർഗകളിലും ഈ പരിപാടി ആവർത്തിക്കും. ഇത് ആവർത്തിക്കാത്തത് ഞങ്ങളിവിടെയുള്ളത് കൊണ്ടാണ്. പാവപ്പെട്ട ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ശിർക്കിനെതിരെ ഞങ്ങൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആഞ്ഞടിക്കും ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളയിടത്തോളം കാലം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, കൊണ്ടുവാ പരമ്പര. ഇതാരുടെ ജാറാണെന്നും എവിടെയാണെന്നും ഒക്കെ ഇപ്പം ഞാൻ പറയില്ല. നിഷേധിക്കും മുസ്ലിയാക്കന്മാരെ നിങ്ങൾ. അപ്പം കൊണ്ടുവരും അതിൻ്റെ കൃത്യമായ തെളിവും രേഖയും ഒക്കെ. പരമ്പര കൊണ്ടുവാ, നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയൂല.